ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഫ്രിറ്റേഴ്സാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ക്യാരറ്റ് കൊണ്ടുള്ളൊരു വടയാണിത്. ഇതിനായിട്ട് ഞാനൊരു വലിയ ക്യാരറ്റ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പില വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 വലിയ പച്ചമുളക്. നമുക്ക് ഈ ക്യാരറ്റിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതുപോലെ ഈ പച്ചമുളക് ഒന്ന് വട്ടത്തിൽ ചെറുതായിട്ട് അരിയണം, ഇഞ്ചിയും അതുപോലെ ഒന്ന് അരിഞ്ഞ് എടുക്കണം. അപ്പോൾ ഞാൻ ഈ ക്യാരറ്റൊക്കെ ഒന്ന് നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ബൗളിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങളിത് കുട്ടികൾക്കൊക്കെ കഴിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കാം. കാരണം നമ്മളിതിനകത്തേക്ക് 2 പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ച് അത്യാവശ്യത്തിനുള്ള എരിവ് ഉണ്ടാവും. അപ്പോൾ മുളക് പൊടിയുടെ അളവൊന്ന് കുറയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ ഉപ്പിൻ്റെ അളവ് അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. സവാള വടയിലൊന്നും ചേർക്കുന്ന പോലെ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഉള്ളിവടയിലാവുമ്പോൾ നല്ലോണം ഉപ്പിൻ്റെ ആവശ്യമുണ്ടല്ലോ, അപ്പോൾ അത്രയും ഇതിനകത്തേക്ക് വേണ്ട. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പിനേക്കാൾ കുറച്ചധികം, 1/2 കപ്പ് ഒരു ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും, അത്രയും മൈദപ്പൊടി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂണ് വെച്ച് മിക്സ് ചെയ്യരുത്. അപ്പോൾ നമുക്കിത് ശരിക്കൊന്ന് ഞെരടി കുഴച്ച് കഴിഞ്ഞാൽ ക്യാരറ്റിനകത്തേക്ക് ഇത് പിടിക്കത്തുള്ളൂ. അപ്പോൾ നല്ലതുപോലെ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അഥവാ മാവ് വല്ലാതെ ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് ഒരല്പം വെള്ളം കുടഞ്ഞിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ടൈറ്റാണെന്ന് തോന്നിയപ്പോൾ ഒരല്പം കയ്യിൽ വെള്ളം എടുത്തിട്ട് ഇതൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടാവും, അത്രേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു ചീനച്ചട്ടിയാണ് ഇത് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലേക്ക് കുറേശ്ശെ മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കാം. വലിയതാക്കിയിട്ടൊന്നും പരത്തിയെടുക്കണ്ട, കാരണം നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ചെറിയ ബോൾസ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കൈവെള്ളയിൽ വെച്ച് പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗവും മൊരിയിച്ചെടുക്കുക. ഒരുപാട് ഫ്രൈ ആകുന്നത് വരെ കാത്തു നിൽക്കരുത്, കാരണം അപ്പോൾ ഇത് നമ്മൾ കോരി കഴിഞ്ഞിട്ട് കുറച്ച് സമയം വെച്ച് കഴിയുമ്പോൾ ഇതിനൊരു ഡാർക്ക് കളർ വരും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഒരുപാട് ഫ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് കരിഞ്ഞതുപോലെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണ്ട. ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ ഏകദേശം 2 ഭാഗവും നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുഴുവൻ മാവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. ഉള്ളിവടയുടെ അത്രയും തന്നെ, ഒരു പക്ഷേ അതിനേക്കാളും ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി കഴിഞ്ഞാൽ ചായയുടെ കൂടെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു ടേസ്റ്റി റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക്